വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടേണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകേണമേ. ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ആ ഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആ രൂപമുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ആ ഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആ രൂപമുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടേണമേ. ഈ ദേവാലയത്തിന്റെ മറ്റൊരു ഭാഗത്താണ് യേശുവിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. വലിയ ക്യൂ ആണ് ഇതിനു മുമ്പില്. അനേകം രാജ്യങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആൾക്കാർ വരിയായി നിൽക്കുന്നു. ഒരു കൊച്ചു വാതിലിലൂടെ വേണം യേശുവിന്റെ കബറിടത്തെങ്കിലേക്ക് പ്രവേശിക്കാൻ. കനത്ത സെക്യൂരിറ്റികളുടെ അകമ്പടിയോടെ ഞങ്ങൾ ഓരോരുത്തരായി അകത്ത് കയറി യേശുവിന്റെ കല്ലറയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. കല്ലറയ്ക്കുള്ളിൽ ക്യാമറ അനുവദനീയമല്ലാത്തതിനാൽ കൂടുതൽ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ചേർന്നാൽ ആത്മാവിലാനന്ദമൊഴുകും. ഇതിനുള്ളിലാണ് യേശുവിന്റെ കല്ലറ. ജീവിതം ധന്യമായി തീരും. ആ തിരുമാറോടു ചേർന്നാൽ ആത്മാവിലാനന്ദമൊഴുകും. ആ കരതാരിൽ ലയിച്ചാൽ ജീവിതം ധന്യമായി തീരും. ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടേ. ഈ ദേവാലയത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു ഗുഹ ഞങ്ങൾ ദർശിച്ചു. ആദ്യകാലത്ത് ആദ്യം താമസിച്ചിരുന്നെന്ന് പറയപ്പെടുന്ന ഒരു ഗുഹയാണിത്.
ദൂരെ കാൽവരിയിൽ സ്നേഹദീപമായി അണയാത്ത മെഴുതിരിയായി സ്നേഹരൂപനായി സത്യദൈവമായി നിത്യജീവന്റെ അപ്പമായി ദിവ്യസ്നേഹം അറിഞ്ഞു ഞാൻ. കാൽവരിയിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഞങ്ങൾ താഴേക്ക് യാത്രയായി. രക്തം ചിന്തിയ ഇനി ഞങ്ങൾ പോകുന്നത് ബഥാനിയയിലേക്കാണ്. അവിടെയാണ് ലാസറിന്റെ കല്ലറ. ദൂരെ കാൽവരിയിൽ സ്നേഹദീപമായി അണയാത്ത മെഴുതിരിയായി സ്നേഹരൂപനായി സത്യദൈവമായി നിത്യജീവന്റെ അപ്പമായി. ഭാരങ്ങൾ അകറ്റുവാൻ ദുഃഖദുരിത. ബഥനിയിൽ വരുന്ന വഴിക്കാന്ന് വെച്ചാൽ ബഥനിയിൽ ഈശോയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ലാസറിൻ്റെ അടുത്തൊക്കെ വീട്ടിലൊക്കെ അദ്ദേഹം പലതവണ വന്ന് താമസിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അവിടെയുള്ള മർത്തായ മറിയത്തെക്കുറിച്ച് നമുക്കറിയാം. നിൻ്റെ സഹോദരൻ നീ സ്നേഹിക്കുന്ന ലാസർ ഇതാ രോഗിയായി കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞു അത് മരണകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവിടെ 2 ദിവസം കൂടെ തങ്ങി വീട്ടിൽ തിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് ലാസർ മരിച്ചിട്ട് ഓൾറെഡി 3 ദിവസമായിരുന്നു. അപ്പോൾ ഈശോ അവിടെ വന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കും. യോഹന്നാൻ 11-ാം അധ്യായം 40-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞ് ഈശോ ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന ആ ഒരു വലിയ ദൃശ്യം നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ആ സംഭവം നടന്ന ലാസറിൻ്റെ സ്ഥലമാണ് ഇവിടെ. എന്നോടുള്ളൊരു സ്നേഹത്താൽ പ്രാണനേകി നീ ക്രൂശത്തിൽ പാപഭാരങ്ങൾ അകറ്റുവാൻ ദുഃഖദുരിതങ്ങൾ മാറ്റുവാൻ എന്നോടുള്ളൊരു സ്നേഹത്താൽ പ്രാണനേകി നീ ക്രൂശത്തിൽ. 24 പടികൾ താഴോട്ടിറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന ഈ ഗുഹ പോലുള്ള ഭാഗമാണ് ലാസറിന്റെ കബറിടം. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം ആ ഗുഹയുടെ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം. ലാസറിന്റെ കബറിടം ദർശിച്ചതിനു ശേഷം ഞങ്ങൾ ജെറീക്കോയിലേക്ക് യാത്രയായി. ജെറീക്കോയിലേക്കുള്ള യാത്ര മരുഭൂമിയിലൂടെയാണ്. മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞവന്റെ ശബ്ദം ഇവിടെയാണ്. പോകും വഴി നല്ല സമരക്കാരന്റെ സത്രം വാഹനത്തിലിരുന്ന് ദൃഷ്ടിയിൽപ്പെട്ടു. കാണുന്നു ബധിര കേൾക്കുന്നു മോക വാഴ്ത്തുന്നു നിന്റെ പാവന നാമത്തെ. ഈശോയെ സാത്താൻ പരീക്ഷിച്ച മലയും ഈ യാത്രയിൽ ദൃശ്യമാണ്. ഞങ്ങൾ സിക്കമോർ മരത്തിന്റെ ചൂട്ടിലെത്തി. ഈ കാണുന്നതാണ് സിക്കമോർ മരം. വാഴ്ത്തുന്നു നിന്റെ പാവന നാമേ. ഈ മരത്തിലാണ് സത്യാവോസ് യേശുവിനെ കാണാൻ കയറിയിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദിവ്യനാഥനെ കണ്ടു ഞാൻ. വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങൾ ചാവുകടലിനെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു.
ലോകത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ചാവുകടൽ. കാൽവരിയിൽ സ്നേഹദീപമായി അണയാത്ത മെഴുതിരിയായി സ്നേഹരൂപനായി സത്യദൈവമായി നിത്യജീവൻ. സമുദ്രനിരപ്പിൽ നിന്നും 128 അടി താഴെയാണ് ഈ സമുദ്രം. 35 കിലോമീറ്റർ നീളം, 4.16 കിലോമീറ്റർ വീതി, 1300 അടി താഴ്ച. ഇവിടെ വർഷത്തിൽ 4 ഇഞ്ച് മഴ മാത്രമേ ലഭിക്കാറുള്ളൂ. ഇവിടുത്തെ ചൂട് 50 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ചാവുകടൽ എന്ന് വിളിക്കാൻ കാരണം ജീവനുള്ള ഒന്നും ഇതിലില്ല. ഇവിടെ ആരും മുങ്ങിച്ചാകുകയില്ല, കാരണം വെള്ളത്തിന് അത്രയും കട്ടിയാണ്. ആകാശവും ഭൂതലവും സൃഷ്ടിച്ച പാലക നന്ദി, എന്നധരം നിൻമൊഴികൾ പാടിടുന്നു നന്ദി നന്ദി നന്ദി. ആകാശവും ഭൂതലവും സൃഷ്ടിച്ച പാലക നന്ദി, എന്നധരം. ഞങ്ങളിൽ കുറെ പേർ ചാവുകടലിൽ മുങ്ങിക്കുളിച്ചു. ഇവിടുത്തെ ചെളി സൗഖ്യദായകമാണ്. ചിലരെല്ലാം കുപ്പികളിൽ ചെളി ശേഖരിച്ചു. നീയല്ലോ എന്നോ ആശ്രയമേ, കാറ്റും കടലും സൃഷ്ടിച്ചോനേ, നീയാണ് എന്റെ സർവസ്വവും. നന്ദി 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 നന്ദി. ആകാശവും ഭൂതലവും സൃഷ്ടിച്ച പാലക നന്ദി, എന്നധരം നിൻമൊഴികൾ പാടിടുന്നു നന്ദി നന്ദി നന്ദി. കുളിക്ക് ശേഷം ഞങ്ങൾ ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള വിലാപ മതിലിന്റെ സമീപത്തെത്തി. പഴയ മതിലിന്റെ അവശേഷിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ആ ദേവാലയം പുനരുദ്ധരിക്കാൻ സാധിക്കാത്തതിനാൽ യഹൂദന്മാർ ഈ മതിലിൽ തലയടിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സാബത്ത് ദിനമായതിനാൽ ക്യാമറ അനുവദനീയമല്ലായിരുന്നു. അതിനാൽ കൂടുതൽ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. രാത്രി ഏറെ വൈകി ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു. പ്രഭാതത്തിൽ ഞങ്ങൾ കാർമൽ മലയെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ഏലിയ പ്രവാചകൻ കൂടുതൽ കാലം വസിച്ച സ്ഥലമാണ് ഇവിടം. കാർമൽ എന്നതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ മുന്തിരിത്തോപ്പ് എന്നാണ്. മുസ്ലിം പ്രത്യേക ഗോത്രവർഗക്കാരാണ് അധികവും ഇവിടെ. എന്നാൽ അവരെ മുസ്ലിങ്ങളായി കണക്കാക്കുന്നില്ല. അവർ അതിശക്തരാണ്. ഇസ്രായേൽ സൈന്യത്തിൽ അധികവും ഇവരാണ്. ഇവർക്ക് മരണത്തെ ഭയമില്ല എന്ന് മാത്രമല്ല, രാഷ്ട്രത്തിനു വേണ്ടി മരിക്കുന്നത് ധീരതയായും ഇവർ കരുതുന്നു. പോകും വഴി ഓക്കുമരങ്ങളും പൈൻമരങ്ങളും ഇടതിങ്ങി നിൽക്കുന്നു. കർമ്മലേത്ത സഭ ആദ്യമായി സ്ഥാപിതമായത് ഈ കാർമൽ മലയിലാണ്. ഇവിടെ മനോഹരമായ ഒരു പള്ളിയുണ്ട്. 1883 പണിതീർത്തപ്പെട്ടതാണ് ഈ ദേവാലയം. പള്ളിയുടെ മുൻവശത്ത് ഏലിയായുടെ ഒരു പ്രതിമയുണ്ട്. ബാലിന്റെ പുരോഹിതന്മാരെ ഏലിയ വധിച്ചത് ഈ സ്ഥലത്തു നിന്നാണ്. പ്ലേസ് ഓഫ് വേണിംഗ് എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നു. പള്ളിയുടെ വലതുവശത്ത് കിഷോൺ താഴ്വരയാണ്. ഈ കാണുന്നതാണ് കിഷോൺ താഴ്വര. കിഷോൺ നദി താഴ്വാരത്തുകൂടി ഒഴുകി കടലിൽ ചെന്ന് ചേരുന്നുണ്ട്. ചുറ്റും വനമായതിനാൽ ഈ നദി മുകളിൽ നിന്ന് കാണുക സാധ്യമല്ല. ഏലിയ പ്രവാചകൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി വിറകും കല്ലും മണ്ണും ദഹിപ്പിച്ചു കളഞ്ഞത് ഇവിടെ വച്ചാണ്. കാർമൽ മലയിൽ നിന്നിറങ്ങിയ ഞങ്ങൾ ഇസ്രയേലിലെ 3ാമത്തെ വലിയ സിറ്റിയായ ഹൈഫയിലേക്ക് യാത്രയായി. അവിടെയാണ് പേരുകേട്ട ഹാങ്ങിങ് ഗാർഡൻ.
ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട മിസ്ര അലി അഹമ്മദ് എന്ന കോടീശ്വരന്റെ ഭൗതിക അവശിഷ്ടം ഈ ഗാർഡനിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു വലിയ മോസ്കും അവർ പണിതു. ഗാർഡന്റെ കുറച്ച് സ്റ്റെപ്പുകൾ വരെ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. ബാക്കി ഭാഗം മുകളിൽ നിന്ന് നോക്കി കാണാം. താഴെ ഭാഗത്ത് തൂങ്ങിക്കിടക്കുന്നതാണ് ഹാങ്ങിങ് ഗാർഡൻ. ഒരു കുന്നിൻ ചെരുവ് മുഴുവൻ ഗാർഡനാണ്. പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനോഹരമായ ഗാർഡൻ. അവിടെ നിന്ന് നോക്കിയാൽ മെഡിറ്ററേനിയൻ കടൽ കാണാം. ധാരാളം കപ്പലുകൾ എടുക്കുന്ന തുറമുഖം കൂടിയാണ് ഹൈഫ. ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. പലവട്ടം താങ്ങായി വന്നു നീ, പകരാതെ ഇന്നുമൻ ജീവിതത്തോണിയെ ഉലയാതെ കാത്തിടും സ്നേഹമേ. അലിവുള്ള ഹൃദയത്തിനരികത്തു നിന്നിടാൻ കൊതിയോടെ അണയുന്ന കുഞ്ഞാടു ഞാൻ. അലിവുള്ള ഹൃദയത്തിനരികത്തു നിന്നിടാൻ കൊതിയോടെ അണയുന്ന കുഞ്ഞാടു ഞാൻ. എന്റെ ഹൃദയത്തിൻ കുറവുകൾ കാണുന്നു നീ. ഓ എന്റെ സങ്കേതമേ, ഓ എന്റെ ആനന്ദമേ, ഓ എന്റെ സൗഭാഗ്യമേ, എൻ ജീവസായുജ്യമേ. സഹനത്തിൻ മുൻപിൽ ഞാൻ പതറുന്ന നേരം കുരിശിന്റെ വഴി എന്നിൽ തെളിഞ്ഞിടുന്നു. സഹനത്തിൻ മുൻപിൽ ഞാൻ പതറുന്ന നേരം കുരിശിന്റെ വഴി എന്നിൽ തെളിഞ്ഞിടുന്നു. ലോകത്തിൻ മുൻപിൽ ഞാൻ ഘോഷനായി തീരുമ്പോൾ തിരുമുൻപിൽ ഞാനെന്നും പ്രിയനല്ലയോ. കനിവുള്ള സ്നേഹമിന്നാവോളം നുകരുവാൻ കൊതിയോടെ നിൽക്കുന്നു പാപി ഞാനും. കനിവുള്ള സ്നേഹമിന്നാവോളം നുകരുവാൻ കൊതിയോടെ നിൽക്കുന്നു പാപി ഞാനും. എന്റെ മനസ്സിന്റെ നൊമ്പരം കറിയുന്നു നീ. ഓ എന്റെ സങ്കേതമേ, ഓ എന്റെ ആനന്ദമേ, ഓ എന്റെ സൗഭാഗ്യമേ, എൻ ജീവസായുജ്യമേ. നിത്യനായ ദൈവമേ, സത്യദൈവമേ, സർവശക്തിയോടെ ഞാൻ വാഴ്ത്തിടുന്നങ്ങേ. നീ മാത്രമേ എന്നാളുമെൻ ജീവന്റെ പരിപാലകൻ. നീ മാത്രമേ എന്നാളുമെൻ ജീവന്റെ പരിപാലകൻ. ഇപ്പോൾ ഇസ്രായേൽ സമയം 12:40. ഏലിയ പ്രവാചകൻ താമസിച്ചിരുന്ന ഭവനത്തിൻ്റെ അടുത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. പ്രവാചകന്റെ ഭവനത്തിന് മുകളിലാണ് ഇന്ന് സ്റ്റെല്ല മാരീസ് എന്ന ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. 12 മണിക്ക് പള്ളി അടയ്ക്കും. അതിനാൽ പള്ളിയുടെ ഉൾവശം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ ഭവനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഏലിയ പ്രവാചകൻ ഭൃത്യനെ മഴക്കാർ കാണുന്നുണ്ടോ എന്ന് നോക്കുവാനായിട്ട് വിട്ടത്. പള്ളിയുടെ ഗേറ്റ് കടന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മാതാവിൻ്റെ മനോഹരമായ ഒരു രൂപമുണ്ട്.
2005 ലെബനോൻ ഈ പള്ളിയെ ലക്ഷ്യമാക്കി മിസൈൽ അയച്ചു. എന്നാൽ ഈ മിസൈൽ പള്ളിയുടെ താഴെ വന്നു നിന്നു. ഈ സംഭവത്തിൽ മാതാവ് പ്രത്യേകം സഹായിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മാതാവിൻ്റെ ഈ രൂപം ഇവിടെ ഇന്ന് സ്ഥാപിതമായിരിക്കുന്നത്. ഇതിന് താഴെ ഒരു ഹോട്ടലുണ്ട്. റോപ്പ് വേയിലൂടെ ആ ഹോട്ടലിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. സ്റ്റെല്ല മാരീസ് പിന്നിട്ട് ഞങ്ങൾ നസ്രത്തിലേക്ക് യാത്ര ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെ ഞങ്ങൾ നസ്രത്തിലെത്തി. അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. യേശുവിൻ്റെ കാലത്തെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു ഇത്. എന്നാൽ ഇന്ന് ഒരു വലിയ പട്ടണമായി ഇത് മാറിയിരിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഇവിടെ കോൺവെന്റുകളും ക്രിസ്ത്യാനികളും ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ജനങ്ങളിൽ ഏറിയ പങ്കും മുസ്ലിങ്ങളാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം മംഗളവാർത്ത പള്ളിയിലേക്ക് ഞങ്ങൾ യാത്രയായി. ഓർത്തഡോക്സ് പാരമ്പര്യമനുസരിച്ച് 2 മംഗളവാർത്തയാണുള്ളത്. ആദ്യത്തേത് കിണറ്റിൻകരയിൽ വെച്ച് മറിയത്തിനുണ്ടായത്. നസ്രത്തിൽ വെള്ളം കുറവായിരുന്നു. അതിനാൽ കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു കിണറിൽ നിന്ന് വെള്ളം കോരുവാൻ മറിയം ആ ഉറവയുടെ സമീപത്തെത്തുമായിരുന്നു. ഇവിടെ വച്ചാണ് ദൂതൻ മറിയത്തിന് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. ഭയവിഹ്വലയായ അവൾ ഭവനത്തിലേക്ക് ഓടി. ഈ കിണർ സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് ഈ കാണുന്നത്. ഇവിടെ വറ്റാത്ത ഒരു ഉറവയുണ്ട്. ഞങ്ങളിൽ ചിലർ ആ ഉറവയിൽ നിന്നും തീർത്ഥജലം കുപ്പികളിലാക്കി. ഇന്ന് ഈ പള്ളി ഓർത്തഡോക്സ് സഭക്കാരുടെ കയ്യിലാണ്. ഇവിടെ നിന്നും നടന്ന് മംഗളവാർത്ത പള്ളിയിലേക്ക് ഞങ്ങൾ യാത്രയായി. ഇടുങ്ങിയ വഴിയിലൂടെ ബസ് കടന്നു പോകുക വിഷമകരം. ഏകദേശം 1.5 കിലോമീറ്റർ നടന്ന് ഞങ്ങൾ ഈ പള്ളിയിലെത്തി. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പള്ളിയാണിത്. കന്യകാമറിയം താമസിച്ചിരുന്നത് ഇവിടെയാണ്. ആ പഴയ വീടിൻ്റെ അടിത്തറയുടെ ഏതാനും ഭാഗങ്ങൾ ഇന്നും ഭദ്രമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ യാത്ര തുടർന്നു. യോന പ്രവാചകൻ ജനിച്ചു എന്ന് കരുതുന്ന പ്രദേശത്തു കൂടിയാണ് യാത്ര. നസ്രത്തിറങ്ങി ഞങ്ങൾ എത്തിയത് കാനായിലേക്കാണ്. ധാരാളം ജനം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കാന. 65% മുസ്ലിങ്ങളും 35% ക്രൈസ്തവരുമാണ് ഇവിടെയുള്ളത്. യേശു കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കിയത് ഇവിടെ വച്ചാണ്. ഈ സ്ഥലം ഇന്ന് കത്തോലിക്കരുടെ കൈവശമാണ്. അവിടെ വച്ച് ഞങ്ങൾ ബലിയർപ്പിച്ചു. വിവാഹ പ്രതിജ്ഞ പുതുക്കുകയും ചെയ്തു. നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരാണ്. ഇങ്ങനെ വിശുദ്ധ നാട്ടിൽ വെച്ച് ഒരുമിച്ച് കണ്ടുമുട്ടാനിടയായി. ഈശോ ആദ്യമായിട്ട് അത്ഭുതം പ്രവർത്തിച്ച കാനായിലെ ഈ കല്യാണ വിരുന്നിൻ്റെ ഈ വീട്ടിൽ വെച്ച് തന്നെ ഇന്ന് വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് അവസരം കിട്ടിയത് വളരെ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് വിശ്വസിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ വിശുദ്ധ ബലി നമ്മൾ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, കുറവുകളെ നിറവുകളാക്കിയവനാണ് ഈശോ. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞിൻ്റെ അഭാവം മൂലം അപമാന ഭാരം പേറി തങ്ങളുടെ ജീവിതം ആരംഭിക്കേണ്ടി വരുമായിരുന്ന അവരുടെ ആ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി മാതാവിൻ്റെ പ്രത്യേക ഇടപെടലിനാൽ ഈശോ അത്ഭുതം പ്രവർത്തിച്ച ആ സുന്ദര മുഹൂർത്തത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിവാഹിതരായവർ അവരുടെ ആദ്യത്തെ വിവാഹ ദിവസത്തെ വാഗ്ദാനം ഓർക്കുന്നത് നല്ലതാണ്. ഇന്നതമായിട്ടും നമ്മുടെ ജീവിത പങ്കാളിയെ നാം എല്ലാവരും ഓർക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, വിശ്വാസത്തിൽ നിന്നാൽ തെറ്റി നിൽക്കുന്ന നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഇവരെല്ലാവരെയും നാം നന്നായിട്ട് ഓർക്കണം. പിതാവിന്റെയും തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കൽപ്പന തിരുനാമത്തിൽ
പരിശുദ്ധാത്മാവിനും സ്തുതി. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും, ഇനങ്ങേ കനിവുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിലങ്ങേ കനിവുകളും കഥകൾ കേട്ടിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.